ഏക ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ മലിനത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ അത് ഓരോന്നും എടുത്ത് പതുക്കെ ആകട്ടെ അതിനെ കളയാനുള്ള മനസ്സും അതിനെ കളയാം. മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യമായിരിക്കണം ജിഹാദ്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പാൻ്റ് അഴിച്ച് വസ്ത്രം അഴിച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി വെടിവെക്കുന്നതല്ല. അതൊക്കെ അതിൻ്റെ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷനാണ്. വളരെ വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കളായിരിക്കുന്ന തീവ്രവാദികളെ തിരിച്ചറിയുക. ഈ തീവ്രവാദികൾ മരിക്കുമ്പോൾ വിഷമം തോന്നുന്നവരെ തിരിച്ചറിയുക. ഈ തീവ്രവാദികളെ പുറകിൽ നിന്നും മുന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി റാലി ഇറക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുക. അഴിമതിക്കാരോടൊപ്പം നിന്ന് ഇലക്ഷൻ മത്സരിച്ച് വമ്പൻ തോൽവികൾ സമ്പാദിച്ചു വെക്കുന്നവരെ തിരിച്ചറിയുക. ലാലു പ്രസാദ് എന്ന് പറഞ്ഞാൽ ഫോർഡർ സ്കാമിനകത്ത് 15-20ഓളം കൊല്ലം അതിൻ്റെ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൂടെ ഇപ്പോഴും നിന്നിട്ട് ഗാന്ധി പരിവാർ എന്ത് ചെയ്യാണ്? ഇലക്ഷൻ മത്സരിക്കുകയാണ്. അവർക്ക് കുറച്ചൊക്കെ ഒരു സാമാന്യ ഒരു ഇത് വേണ്ടേ? അവർക്ക് കറപ്ഷൻ ഇല്ല, ഓക്കെ. എന്നാൽ ഈ പറയുന്ന കറപ്ഷൻ ആയിരിക്കുന്ന ആൾക്കാർക്കിടെ കൂടെ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? ആ ഇമേജ് അല്ലേ നിങ്ങൾക്കും കിട്ടുക? അവരുടെ കറപ്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ അവരെ പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ മക്കളും നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിച്ച ഇന്ദിരാഗാന്ധിജി ആണെങ്കിലും രാജീവ് ഗാന്ധിജി ആണെങ്കിലും അവരുടെയൊക്കെ മക്കളാണ്. പക്ഷെ അവരും ചിന്തിക്കണം, ആരെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ആരാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്നേഹിതൻ? ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഒരു ടെററിസ്റ്റിനെ ട്രേസ് ചെയ്ത് പോയത് പാകിസ്ഥാനിലേക്കാണ്. ഇപ്പോൾ ആ പാകിസ്ഥാനാണ് ഇവർക്ക് നല്ലതായിട്ട് തോന്നുന്നത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു കളിതമാശയായിട്ട് എടുക്കേണ്ട മക്കളെ. നമ്മുടെ ഭാവി തലമുറകളെ ഇത് ബാധിക്കും. കാരണം ടെററിസം അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ് കറപ്ഷനിൽ കൂടെ മാത്രമേ ഈ ടെററിസത്തിന് സപ്പോർട്ട് കിട്ടുള്ളൂ. കറപ്ഷൻ അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ് ഈ മദ്യപാനം, പുകവലി, ഡ്രഗ്സ്. ആ ദുരന്തർ എന്ന് പറഞ്ഞ മൂവി കാണാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും കാണണം. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എപ്പോഴെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം എങ്ങനെയാണ് ഈ ടെററിസത്തിന് വേണ്ടിയും കറപ്ഷന് വേണ്ടിയും ഒരു രാജ്യത്തെ തകർക്കേണ്ടതിന് വേണ്ടി മദ്യം, മയക്കുമരുന്ന് ചെറിയൊരു വിലയ്ക്ക് നമ്മളെ നാട്ടിലേക്ക് കടത്തി വിട്ടിട്ട് പഞ്ചാബിലൊക്കെ അറിയാലോ എന്താ സ്ഥിതി എന്ന്. മയക്കുമരുന്ന് അടിമയാണ് മുഴുവൻ. ഇപ്പോൾ കേരളത്തിലെയും കാശ്മീരിലെയും ജനങ്ങളെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ട്. അവരുടെ ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതങ്ങൾ നമ്മുടെ ഭാവിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ അടിസ്ഥാനമാണ്. അവരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ജാതി നോക്കി മതം നോക്കി കാൻഡിഡേറ്റിനെ നിർത്തുക. എടോ, ജാതി നോക്കി മതം നോക്കി നീ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ നീ എവിടുത്തെ സെക്യുലറാണ്? എന്താണ് സെക്യുലർ എന്ന് പറഞ്ഞാൽ? ജാതി വ്യവസ്ഥ നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയ സാധനമാണ്. ജാതി നമ്മൾ മെൻഷൻ ചെയ്യാനേ പാടില്ല. ജാതി വ്യവസ്ഥ തന്നെ ഭരണഘടന മുഴുവനായിട്ട് നശിപ്പിച്ച, അല്ലെങ്കിൽ അതിനെ അടക്കിയ കാര്യമാണ്. അതിനി വെറുതെ. എന്നാൽ അവരോട് ചോദിച്ചു നോക്കിയേ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്? ഉടനെ പറയും ജാതി സെൻസസ് എടുക്കണം. എന്തിനാണോ ഈ ജാതി സെൻസസ്? ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിതരണം ചെയ്തോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. അവരെന്തിനാണ് ഈ ജാതി സെൻസസ് എടുപ്പിക്കുന്നതെന്ന് അറിയോ? ഓരോ സ്ഥലത്തും ഏത് ജാതിയാണ് കൂടുതലെന്ന് അറിഞ്ഞിട്ട് ആ ജാതിയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ എടുത്തിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ വേണ്ടിയാണ്. എന്നാലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. LDF ആയാലും UDF ആയാലും KDF ആയാലും. മനസ്സിലായോ? അതേസമയം വികസനം ആഗ്രഹിക്കുന്ന, ഒരു ഭാരതീയത ആഗ്രഹിക്കുന്ന, ഭാരതീയനായിരിക്കുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അവർക്ക് ഈ ജാതി ഒന്നും അറിയേണ്ട കാര്യമില്ല. NDA, നരേന്ദ്ര ദാമോദർ ദാസ്, ആത്മനിർഭർ മോദിജി, അവർ പോയി വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് BJPക്കാണ് വാസ്തവത്തിൽ ജാതി സെൻസസ് കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുക. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ
എല്ലാ കാര്യങ്ങളും ഹിന്ദുയിസത്തിനകത്താണല്ലോ നടക്കുന്നത്. പക്ഷേ BJP അതിനുവേണ്ടി വാദിക്കുന്നില്ല. വാദിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. ഈ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു റിസർവേഷനും ഇല്ല എവിടെയും. ഇപ്പോൾ SC/ST ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നാൽ SCക്ക് കിട്ടും, പക്ഷെ STക്ക് കിട്ടൂല. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളപ്പോൾ ചിന്തിക്കുന്നത് അത് ഹിന്ദുക്കൾ ചെയ്താണ്, സുപ്രീം കോർട്ട് ഹിന്ദുക്കളാണ് ചെയ്തത്. ആയിക്കോട്ടെ, എന്താണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ റിസർവേഷൻ. എങ്ങനെ കിട്ടുന്നുണ്ട്? ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യാനികൾ കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? അത് കൂടുതൽ കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുത്തിട്ട് അയക്കാത്തതുകൊണ്ടാണോ? ഇവിടുന്ന് എത്ര മന്ത്രിമാർ പോയിട്ടുണ്ട്, എന്നിട്ട് ചെയ്യാൻ പറ്റിയോ? അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതാണ് സത്യം. കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണ്, കഴിവുള്ളവരാണ്. യഹോവയിലും ദൈവത്തിലാണ് അവർ ആശ്രയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ ദൈവം അവർ ഉയർത്തും. പക്ഷേ നമുക്കും നമ്മളെ കുട്ടികൾക്കും അർഹിക്കപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് ഒരേ കുടുംബത്തിലെ ആളുകൾ വീണ്ടും 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 കയറി വരികയാണ്. ഈ ജാതീയ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയിലുള്ള വ്യക്തികൾക്ക്, ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിക്ക് ഒറ്റ പ്രാവശ്യം കിട്ടാൻ പാടുള്ളൂ. പിന്നെ അടുത്ത കുടുംബത്തിനാണ് അതിന് ബെനിഫിറ്റ് കിട്ടേണ്ടത്. പക്ഷെ ഒരേ കുടുംബത്തിലുള്ള തലമുറകളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതുകൊണ്ടാണ് ഈ റിസർവേഷൻ തീർക്കാൻ പറ്റാത്തത്. കാരണം ഇതുവരെയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരേ കുടുംബത്തിലുള്ളവർക്ക് വീണ്ടും വീണ്ടും ആ റിസർവേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. ആ റിസർവേഷൻ ഒരു കുടുംബത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ഒറ്റ പ്രാവശ്യം കിട്ടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിൽ, ആ OBCയിൽ ഉള്ള മറ്റു കുടുംബങ്ങൾക്ക് അത് കിട്ടണം, ആ സംവരണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നോക്കുന്നതിന് പകരം നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതി സെൻസസ് എടുക്കാത്തതാണ്. ജാതി സെൻസസ് എടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറയും? എന്ത് സംഭവിക്കും? ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. തീവ്രവാദം പ്രശ്നമല്ല, കറപ്ഷൻ പ്രശ്നമല്ല, സ്മോക്കിംഗ്, ഡ്രഗ്സ്, ആൽക്കഹോൾ പ്രശ്നമല്ല. എന്താ പ്രശ്നം? ജാതി സെൻസസ് എടുക്കാത്ത പ്രശ്നം. ജാതി സെൻസസ് ഇപ്പോൾ BJP എടുക്കുമല്ലോ, അതിപ്പോൾ വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും? പ്രത്യേകിച്ച് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല മക്കളെ. ഉള്ള ലാഭങ്ങളും കൂടെ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കുറച്ച് മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ അവർ കൂടുതലായിട്ട് കൊടുത്തെന്ന് വരും. പക്ഷെ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ലാഭം കൂടെ ഇല്ലാതാവും. മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ലംസമായിട്ടുള്ള വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു തേർഡ് റേറ്റ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. ഈ കോഴിക്കോടിൻ്റെ തന്നെ അവസ്ഥ ഞാൻ പറയാം. ഈ കോഴിക്കോട് മൊത്തത്തിൽ 56% ഹിന്ദുക്കളും 39% മുസ്ലിങ്ങളും, ഒരു 10-15% ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും ഒക്കെയാണ്. അപ്പോൾ UDF നിർത്തിയ ഒരു കാൻഡിഡേറ്റ്, അതൊരു മുസ്ലിം. LDF ഇനി ഒരു മുസ്ലിമിനെ നിർത്തിയില്ലെങ്കിൽ അവർ പൊട്ടും നിശ്ചയം. കാരണം എന്താ? മുസ്ലിംസിൻ്റെ 39% വോട്ടും ആ മുസ്ലിമിന് പോകും എന്ന ധാരണയാണ് UDFനും LDFനും രണ്ടിനും ഉള്ളത്. എങ്ങനെയാണ് ആ ധാരണ വന്നത്? ഈ ന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നവർക്കറിയാം. അതവരുടെ സ്റ്റഡീസിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നല്ല പ്രവണതയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ UDFും LDFും രണ്ടുപേരും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് നിർത്തിയിരിക്കുക. ആ മുസ്ലിം കാൻഡിഡേറ്റിനെ അവർ രണ്ടുപേരും നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ജയിച്ചു വരുന്നവൻ എന്തായാലും ആരായിരിക്കും? മുസ്ലിം ആയിരിക്കും. അപ്പോൾ 56% ഹിന്ദുക്കളുടെ വോയിസിന് ഒരു പ്രാധാന്യമില്ല, 15% മറ്റ് മതക്കാരുടെ വോയിസിന് ഒരു പ്രാധാന്യമില്ല. എന്ന് വെച്ചാൽ 70% അല്ലെങ്കിൽ 61% ആളുകളുടെ വോയിസിന് ഒരു പ്രാധാന്യതയില്ല. അതൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും വോട്ട് കൊടുത്തിട്ട് LDF, UDF, BJP ഇങ്ങനെ പല സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി. ആകെ പ്രാധാന്യമുള്ളത് 39% വരുന്ന, ഇപ്പോഴും അവർ 50%-ന് താഴെയാണ്, ഓർക്കണേ, മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും
മുസ്ലിങ്ങൾ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. അവർ പറഞ്ഞ മാതിരി പിന്നെ അവരുടെ ആളാണ് ഇവിടുത്തെ ലീഡർ. ഒന്നാമത് ആ ലീഡർ അവരുടെ ആളാണ്, അവർ ന്യൂനപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ പരിഗണന അവർക്ക് കിട്ടണം. നേതാവ്, പൊളിറ്റീഷ്യൻ, രാജാവ് അവരുടെ ആളാണെങ്കിൽ അയാൾ എന്തായാലും അയാളുടെ ആൾക്കാരിലെ പരിഗണിക്കുള്ളൂ. ആ പരിഗണന അവർക്ക് കിട്ടണം. അങ്ങനെ രണ്ട് രീതിയിലുള്ള പരിഗണന മേടിച്ച് ഉളുപ്പില്ലാതെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒരു മതത്തിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുക്കൾ ഭാരതത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ 56% ആളുകൾ എല്ലാവരും തീരുമാനിക്കുക, ഞങ്ങൾ ഹിന്ദു കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യുള്ളൂ. ഒരൊറ്റ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്താൽ പിന്നെ മുസ്ലിം എത്ര കാൻഡിഡേറ്റിനെ അവർ നിർത്തിയാലും ജയിക്കുമോ? അങ്ങനെ നടക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതൊക്കെ വെറും നമ്മുടെ BJPക്കാരുടെ പ്രഭാഷണമാണ്, പ്രൊപ്പഗാൻഡയാണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ കോഴിക്കോട് ഇത് സംഭവിക്കും, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുമ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു സ്നേഹിതനാണ് കാൻഡിഡേറ്റ്. ആ സ്നേഹിതന് ജയിക്കണം എന്നുണ്ടെങ്കിൽ 2 മുസ്ലിങ്ങൾക്കെതിരെ ജയിക്കണം. അവനൊരു ഹിന്ദുവാണ്. ഈ ഹിന്ദുക്കളെല്ലാവരും കൂടെ വന്നിട്ട് അവന് വോട്ട് കുത്തുവോ? അതിനുള്ള ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ടോ? അതിനുള്ള ധൈര്യമുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടോ? അതോ ടിപ്പു സുൽത്താൻ്റെ ഗുലാമാണോ ഇവിടുത്തെ ഹിന്ദു ഇപ്പോഴും? ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ ഞാൻ നിൽക്കാൻ തയ്യാറാണ്. അവരൊക്കെ ഇറാൻ്റെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. അതേപോലെ ഞാൻ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു 10% വരുന്ന ക്രിസ്ത്യൻസ് തയ്യാറാണോ? ഞാൻ ടി റനീഷിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ വിഭാഗിക്കുകയാണ്. അപ്പം നേരത്തെ നിങ്ങളെല്ലാവരും കൂടെ ചെയ്തത് മതത്തിൻ്റെ പേരിലുള്ള വിഭാഗനയല്ലായിരുന്നു, വിഭജനമല്ലായിരുന്നു? അതുകൊണ്ടല്ലേ LDFനും UDFനും 2 കൂട്ടർക്കും മുസ്ലിം കാൻഡിഡേറ്റ്. കാരണം എന്താണ്? അവർക്കറിയാം മുസ്ലിംസ് എല്ലാവരും മുസ്ലിമിനെ വോട്ട് ചെയ്യുള്ളൂ. ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത്. ഭൂരിപക്ഷം അല്ല കേട്ടോ, ഇപ്പോഴും അവർ ഭൂരിപക്ഷമായിട്ടില്ല. കോഴിക്കോട് മൊത്തം, കോഴിക്കോട് സൗത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചിലപ്പോൾ അവർ കൂടുതലായിരിക്കും. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാരതീയ മുസ്ലിം, ഒരു ഭാരതീയ ഹിന്ദു, ഒരു ഭാരതീയ നിലവാരത്തിൽ ചിന്തിക്കുന്ന ക്രിസ്ത്യാനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ നിറമോ നോക്കിയല്ല ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഹിന്ദു മാത്രമല്ല ഇത് തീരുമാനിക്കേണ്ടത്, മുസ്ലിമും ക്രിസ്ത്യാനിയും ഇത് തീരുമാനിക്കണം. എന്നാൽ മാത്രമേ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അവസാനം ഉണ്ടാവുള്ളൂ. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നത് ആരാണ്? ഇന്ത്യ അലയൻസിലെ ആൾ. കാരണം BJPക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇന്ത്യ അലയൻസിലെ 2 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, UDFും LDFും. നിലനിൽപ്പിന് വേണ്ടിയാന്ന് പോലും. നിലനിൽപ്പിന് വേണ്ടി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, കറപ്ഷൻ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, ടെററിസത്തിന് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വയ്യ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ സമൂഹത്തെ വിമുക്തമാക്കാം, നമുക്കിവിടെ മോഡേൺ ഫെസിലിറ്റീസ് കൊണ്ടുവരാം, ഇവിടെ നല്ല നല്ല റോഡുകളും നല്ല ഗുണനിലവാരമുള്ള ട്രെയിനുകളും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ അവർക്ക് കഴിവില്ല. അല്ല, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം എന്നും പറഞ്ഞാൽ വോട്ട് പിടിക്കാൻ അവർ തയ്യാറല്ല. BJP ജയിക്കരുത്. അതിനുവേണ്ടി അവരെല്ലാവരും കൂടെ ഒന്ന് ആയിട്ട്, ഒറ്റക്കെട്ടായിട്ട്, ഇനി എത്ര ഒറ്റക്കെട്ടായാലും ഈ തീവ്രവാദത്തെയും കറപ്ഷനെയും പിന്തുണയ്ക്കുന്ന നിങ്ങളെ ഭാരതത്തിൻ്റെ ജനത മൊത്തമായിട്ട് പിന്തുണയ്ക്കാൻ പോകുന്നില്ല. പക്ഷെ മലയാളികൾ ഒരുപക്ഷെ പിന്തുണച്ചെന്ന് വരും, കുറച്ചും കൂടെ. എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സ് എന്നും പറയുന്നത് എന്തെങ്കിലും മലയാളത്തിലുള്ള എഴുത്തച്ഛനാണല്ലോ അല്ലേ മലയാളത്തിൻ്റെ ആദ്യത്തെ കവി. അവരെഴുന്നേക്കും. മര്യാദ എന്താണ്, മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയുള്ളവനാണ് എന്ന് തിരിച്ചറിയുന്നവർ എഴുന്നേക്കും. ആധ്യാത്മ രാമായണം തർജ്ജമ ചെയ്ത എഴുത്തച്ഛൻ്റെ ആളുകൾ എന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ, നമ്മൾ ഒരാളുടെ ജാതിയോ മതമോ വർഗമോ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു വർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയുമല്ല വോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്
എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരും. അതിൽ മുസ്ലിങ്ങൾ കാണും, ക്രിസ്ത്യാനികൾ കാണും, ഹിന്ദുക്കൾ കാണും. അങ്ങനെ ഒരു കാലത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്.